രാജേന്ദ്രൻ, ഇതിപ്പോ എന്തെങ്കിലും തരത്തിൽ ഇതിനുള്ളിലെ ഭാരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലഗേജുമായി ബന്ധപ്പെട്ടോ ഉള്ള ഭാരവിന്യാസത്തിലെ വ്യത്യാസങ്ങൾ തുടങ്ങിയ ഒരുപാട് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണോ? ഇത് കാണാതെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്യാതെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ പലരും അങ്ങനെ പല വിമർശനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമ്പോൾ ഇത്ര മനുഷ്യർ 294 ജീവൻ നഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പലതരത്തിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. നമ്മുടേതുപോലൊരു ജനാധിപത്യ രാജ്യത്തിൽ സ്വാഭാവികമായും. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒന്ന് വിട്ടുപോകാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമസ്കാരം. നമസ്കാരം. ഒരിക്കൽ കൂടി നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തുടങ്ങാം. ഇതിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വനിതയുണ്ടല്ലോ, അതിന് നമുക്ക് അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാം. ഇതില് ഇപ്പൊ പറഞ്ഞതുപോലെ വെയിറ്റ് അത് ശരിയാണ്. ഒരു എയർക്രാഫ്റ്റില് പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം വെയിറ്റ്. അത് പ്രത്യേകിച്ച് ഇത്തരം പാസഞ്ചർ പ്ലെയിനുകളെല്ലാം ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ അതില് വെയിറ്റ്, അതായത് നമ്മളുടെ ഇത്രയും 55 ടൺ ഫ്യുവലാണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഫ്യുവൽ 9 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ആ ഫ്യുവല് ഫ്രം അഹമ്മദാബാദ് ടു ലണ്ടൻ ഗാറ്റ്വിക്, അതിനുശേഷം ഓൾട്ടർനേറ്റ്. ഇതെല്ലാമാണ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആണ്. അപ്പൊ ഇത്രയും മിനിമം ഫ്യുവൽ ഉണ്ട്. ഈ ഫ്യുവല് ബേൺ ആയി പോകും. ഓരോ മണിക്കൂറിൽ ഒരു 4000-5000 കിലോഗ്രാം ഫ്യുവല് അത് ബേൺ ആയി പോകും. അപ്പൊ അതിന്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഇതെല്ലാം നോക്കിയിട്ടാണ് എയർക്രാഫ്റ്റ് ലോഡിങ് ചെയ്യുന്നത്. അതിനായിട്ട് ലോഡ് ആൻഡ് ട്രിം എക്സ്പേർട്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പൈലറ്റ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പേ SOPs ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു പൈലറ്റ് വന്ന് ഇതെല്ലാം കാലാവസ്ഥയും നോക്കി പെർഫോമൻസ് റിലേറ്റഡ് എല്ലാം ചെക്ക് ചെയ്ത് ഡെസ്പാച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് വാങ്ങിച്ചിട്ടാണ്. പിന്നെ ഇതിൽ ലോഡ് ചെയ്യുന്ന ഓരോന്നും പ്രോപ്പർലി അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കമ്പാർട്ട്മെന്റിൽ കറക്റ്റ് ആണോ അത് പൈലറ്റ് ചെക്ക് ചെയ്യുന്നില്ല. പക്ഷെ അതിലെല്ലാം നമ്മുടെ ഡിജിറ്റലായിട്ട് അത് കാണിക്കും. ഓരോ കമ്പാർട്ട്മെന്റും കാണിച്ചിരിക്കും. അത് നമ്മുടെ കോക്പിറ്റിൽ അതിനുള്ള ഡിസ്പ്ലേ ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. അത്രയും പിന്നെ ഇതിലൊരു 10-20 ടൺ സാധ്യതയുള്ളൂ. അതിന് ഓഡിബിൾ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ അത്തരം ഒരു സാഹചര്യം വരാൻ തീരെ സാധ്യതയില്ല. എങ്കിലും നമ്മൾ ഒരു ആക്സിഡന്റ് നടന്നു, ഇത്രയും അതൊരു മഹാദുരന്തമായി. അപ്പോ എല്ലാ ആംഗിളുകളും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. TGC അത് തീർച്ചയായിട്ടും അതെല്ലാം ചെക്ക് ചെയ്യും. പക്ഷെ അത് മൂവ് ചെയ്തോന്ന് അറിയണമെങ്കിൽ അത് ഇനി ഇത്തരം പുതിയ എയർക്രാഫ്റ്റുകളിലെല്ലാം ക്യാമറ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട്. ഇതിനെല്ലാം തെളിവുകൾ ലഭിക്കുന്നതാണ്. പിന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ തന്നെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ഏവിയേഷൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, വിദഗ്ധർ എല്ലാവരും പറയുന്നത് ഏറ്റവും ട്രസ്റ്റബിൾ ആയ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് അപകടങ്ങളുടെ കണക്ക് വെച്ച് നോക്കുകയാണ് എങ്കിൽ, കൈകാര്യം ചെയ്യുന്ന ആളുകളും അപകടങ്ങളുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏവിയേഷൻ എന്നുള്ളത് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ ആശങ്കകൾ പലവിധം ഉണ്ടാവുകയും ചെയ്യുമല്ലോ. എന്നെങ്കിലും ഈ കുറ്റമറ്റ പഠനങ്ങളുടെ ആവശ്യം ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവരും അതിന്റെ ചരിത്രം കൂടി പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ പഠനങ്ങൾ നടത്തിയ ചരിത്രം ഈ മേഖലയ്ക്കുള്ളത് കൊണ്ടാണ് തുടർ അപകടങ്ങളെ ഒഴിവാക്കാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഈ വെയിറ്റുമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. പറന്നുയർന്നതിന് ശേഷമാണ് ഇത് നോട്ട് ചെയ്തത് എന്നും പറയുന്നു. കൃത്യമായി മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിന്നു എന്നുള്ള ഒരു സാഹചര്യമാണ്. ഇതിന് ഒരു തരത്തിലുള്ള ഉലച്ചിലുകളും ഉണ്ടാകുന്നില്ല. എങ്ങനെയാണോ സാധാരണഗതിയിൽ ലാൻഡ് ചെയ്യുക, അതിൻ്റെ ഒരു മുകൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടാണ് എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണോ സാധാരണഗതിയിൽ ലാൻഡ് ചെയ്യുക ആ നിലയ്ക്ക് തന്നെ ഉള്ള ഒരു യാതൊരു ഉലച്ചിലുമില്ലാത്ത ദൃശ്യങ്ങളാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അപ്പോൾ 630 കിലോ അടി ഉയർന്നതിന് ശേഷമുള്ള ഈ അപകടത്തിന് എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കും? അതെ, അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ വെയിറ്റ് ഷിഫ്റ്റിംഗ് പ്രോബബിലിറ്റീസ് ആർ വെരി ലെസ്. ഇത് 2 എഞ്ചിനും ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ
എന്ന ഒരു സ്ഥിതിയിലോട്ടാണ് പോയതെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എനിക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഞാനൊരു ഇപ്പോഴും ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സ്ഥാപനത്തിന് ഫ്ലൈയിങ്ങിന്റെ ഹെഡാണ്, DGCA-യുടെ ഒരു എക്സാമിനറും കൂടെയാണ്. അത്തരം ഒരു അനുമാനത്തില് അതെ ഒരു അനുമാനത്തിലോട്ട് എനിക്ക് എത്താൻ കഴിയത്തില്ല. പക്ഷേ ആ ട്രജക്ടറി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ആഡിയോയിലെയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ, അതായത് എയർക്രാഫ്റ്റ് റോൾ ചെയ്തു പ്രോപ്പർലി, കാണാമല്ലോ, നമുക്ക് ആ വീഡിയോയിൽ കാണാം. അത് ഈ എയർക്രാഫ്റ്റിന് അറൌണ്ട് 9000 ഫീറ്റ് റൺവേ വേണം ഒരു സേഫ് ഓൾട്ടിറ്റ്യൂഡിൽ. ദാറ്റ് ഈസ് ദ മിനിമം റിക്വയർമെന്റ്. 9000 ഫീറ്റ് റൺവേ. അഹമ്മദാബാദ് റൺവേ 11,500 ഫീറ്റ് ആണ്. അപ്പൊ അത് സാധാരണ രീതിയിൽ തന്നെ അത് എയർബോൺ ആയി. V2 എന്ന് പറയും, അതായത് സേഫ്റ്റി സ്പീഡും അതും അറ്റൈൻ ചെയ്തു എന്നാണ് തോന്നുന്നത്. അതിനുശേഷം അത് ക്ലൈംബ് ചെയ്യുന്നതും കാണാം. കാരണം നമ്മൾ 625 അടിയിലോട്ട് അത് ഉയർന്നു പോയിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയ ഫ്ലൈറ്റ് റഡാർ എല്ലാവരും അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 625 ഫീറ്റ്. പിന്നെ 180 ഫീറ്റ് ആണ് അഹമ്മദാബാദിന്റെ എലിവേഷൻ. അപ്പോൾ അറൌണ്ട് 400+ ഫീറ്റ് ആണ് നമുക്ക് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ അത് എയർബോൺ ആയത്. അപ്പൊ അതുവരെ അത് പൊങ്ങി. അതിനുശേഷം ത്രസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെബിലൈസിങ് ദ പവർ ഗ്രാജുവലി റെഡ്യൂസ്ഡ്, അത് കുറഞ്ഞു പോയതായിട്ടാണ് അതാണ് ഇതിന്റെ കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് പൈലറ്റ് അത് റിപ്പോർട്ട് ചെയ്തു എന്നും പറയുന്നു. അതായത് മെയ്ഡേ ത്രസ്റ്റ് നോട്ട് ഡെലിവറിംഗ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് പ്രൊസീജിയർ. അതായത് മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറിൽ ഹയസ്റ്റ് പ്രയോറിറ്റിയാണ് ഡിസ്ട്രസ് മെസ്സേജിന്. ഡിസ്ട്രസ് മെസ്സേജിന്റെ റേഡിയോ ടെലിഫോണി ഫ്രൈസ് ആണ് മെയ്ഡേ ഫോർ ഹെൽപ്പ്. അതായത് അപ്പൊ പൈലറ്റ് പറയുന്നു മെയ്ഡേ കണ്ടീഷൻ, ഇന്റൻഷൻ, പൊസിഷൻ, 3 കാര്യമാണ് പൈലറ്റ്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും പറയാൻ സമയം, പിന്നെ ഇന്റൻഷനും പൊസിഷനും ഒന്നും അവിടെ ആവശ്യവുമില്ലായിരുന്നു. ഇന്റൻഷൻ കണ്ടീഷൻ ഈസ് നോട്ട് ഡെലിവറി. അപ്പോ അതിനുശേഷം അദ്ദേഹം ഏതാനും സെക്കൻഡുകൾക്കകം നിലംപതിച്ചു. ദാരുണമായ സംഭവം നടന്നു. അപ്പോ ഈ മെയ്ഡേ പറയുന്നതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിവ്. അത് തീർച്ചയായിട്ടും പറഞ്ഞു കാണും. അതാണ് പ്രൊസീജിയർ. ത്രസ്റ്റ് ഇസ് നോട്ട് ഡെലിവറി. അപ്പോൾ ഇത് എന്തുകൊണ്ട് ത്രസ്റ്റ് ഡെലിവറി ചെയ്തില്ല, അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ബേർഡ് ഇഞ്ചക്ഷൻ. അതായത് ബേർഡ് 2 എഞ്ചിനിലും ഒരേ സമയത്ത് ബേർഡ് ഹീറ്റ് ആവുന്നു. അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഹഡ്സൺ റിവർ എന്ന് പറഞ്ഞ മോസ്റ്റ് ഫേമസ് ലാൻഡിങ്, അദ്ദേഹം ലാൻഡ് ചെയ്തു. എല്ലാ പാസഞ്ചേഴ്സിനെയും സേവ് ചെയ്തു. ഹഡ്സൺ റിവറിൽ ഉണ്ടായത്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് 2000-ലധികം ഫീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ദുരന്തത്തിൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഇത് മോസ്റ്റ് ഡേഞ്ചറസ് ഫേസ് ഓഫ് എ ഫ്ലൈറ്റിലാണ് ഇത് സംഭവിച്ചത്. ഒരു പൈലറ്റും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സമയത്താണ് ഈ ഫെയിലിയർ വന്നത്. കാരണം ഒരു എയർക്രാഫ്റ്റ് സേഫ് ആയിട്ട്, പ്രത്യേകിച്ച് ഇത്തരം എയർക്രാഫ്റ്റുകൾ, അതായത് ഒരു 787 മോസ്റ്റ് അഡ്വാൻസ്ഡ് കൊമേഴ്സ്യൽ ജെറ്റ് ഇൻ ദ വേൾഡ്, ആ എയർക്രാഫ്റ്റ് ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സേഫ് ആയിട്ട് അത് വേണമെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ അടുത്ത എയർപോർട്ടിൽ വരെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യാമായി സാധിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു 300-400 ഫീറ്റിൽ വെച്ച് സംഭവിച്ചു. ആ പൈലറ്റ് ഹാഡ് നോ ചോയ്സ്. ഈ സന്ദർഭങ്ങളിൽ പൈലറ്റിന് യാതൊരു ചോയ്സും ഇല്ല. ട്രൈ ടു ലാൻഡ് സ്ട്രേറ്റ് അഹെഡ്, ജസ്റ്റ് ടു, അതായത് ടേൺ ടു അവോയ്ഡ് ഒബ്സ്റ്റക്കിൾസ്. അതാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളെ ഒരു പൈലറ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിക്കും, നമ്മൾ പഠിക്കുന്നതും പിന്നീട് നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം ഇതാണ്, ലാൻഡ് സ്ട്രേറ്റ് അഹെഡ്. അത്രയും ഒരു ക്രിട്ടിക്കൽ സമയത്താണ് അത് സംഭവിച്ചത്.